മിഷനിലേക്ക് പോവാം. ഇത് എനിക്ക് തോന്നുന്നത് വളരെ ചെറുകിടക്കാർക്ക് വേണ്ടിയിട്ടല്ല, ഒത്തിരി ആളുകൾ ഇതൊരു അവയർനെസ് വീഡിയോയോട് കൂടിയിട്ടാണ്. പിന്നെ എവിടെയോ ഒരു യൂട്യൂബിൽ ഒരു വീഡിയോ കൊണ്ടു ഇങ്ങനെ ബിരിയാണി പാക്ക് ചെയ്യുന്ന കപ്പ് ഉണ്ടല്ലോ, നമ്മൾ ഫുഡ് പാക്കിംഗ് കണ്ടെയ്നർ, അലൂമിനിയം കണ്ടെയ്നർ, അത് വളരെ കുറഞ്ഞ മുതൽ മുടക്കിൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ആളുകൾ ഇവിടെ അഗ്രോ പാർക്കിൽ എൻക്വയറി നടത്തിയിരുന്നു. അവർക്ക് ഒക്കെ ഒന്ന് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ മിഷൻ കാണിക്കുന്നത്. ഇത് വളരെ ചെറിയ മിഷനാണെന്നുള്ള ധാരണയിലാണ് ഒത്തിരി പേര് ഇവിടെ എൻക്വയറി നടത്തിയിരുന്നു. വളരെ വലിയ മിഷനാണ് ഇത്. നമുക്ക് 20 പീസ് ഡബിൾ കാവിറ്റി മിഷനിൽ 20 കണ്ടെയ്നർ ഒരു മിനിറ്റിൽ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. ഒരു കണ്ടെയ്നറിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഏകദേശം 50 പൈസ വരെയാണ് ഇതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നത്. കേരളത്തിൽ ഇത് ധാരാളമായിട്ട് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതെല്ലാം നമുക്ക് മറ്റ് സ്റ്റേറ്റുകളിൽ നിന്ന് വരുന്ന ഉൽപ്പന്നമാണ്. ഈ കണ്ടെയ്നർ നമ്മൾ ധാരാളമായിട്ട് ഉപയോഗപ്പെടുത്തുന്നു. ഈ കണ്ടെയ്നർ ധാരാളമായിട്ട് ഇവിടെ ലഭ്യമാക്കിയാൽ അതിനൊരു സാധ്യതയുള്ള ബിസിനസ്സാണ്. പക്ഷെ വളരെ കൂടുതലുണ്ട്. 7.5 HP മോട്ടറുണ്ട്, 12 kVA ഹീറ്റർ ഉണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള വലിയ ഒരു ഇൻഡസ്ട്രിയാണ്. 28 ലക്ഷം രൂപയാണ് ഈ എക്യുപ്മെന്റിന്റെ കോസ്റ്റ്. ഓട്ടോമാറ്റിക് മെഷീനാണ്. ഡബിൾ കാവിറ്റി മെഷീൻ 28 ലക്ഷം രൂപ കോസ്റ്റ് വരും. നമുക്ക് വീഡിയോ കാണാം. ഓക്കെ, നമുക്ക് ഈ മിഷനിൽ വലിയ ഡൗട്ട്സുകൾ ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതൊരു വലിയ യൂണിറ്റ് ആണ് ചെയ്യേണ്ടത്. പക്ഷേ പുറത്തുനിന്ന് ഇതിലും പിന്നെ ഇതിന്റെ കോസ്റ്റ് വരുന്നത് എത്ര? 50 പൈസ ഒരു രൂപ? അതെ അതെ അതെ, ഒരു കണ്ടെയ്നറിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്. നമ്മളത് മാർക്കറ്റിലേക്ക് എത്തുമ്പോൾ അതിനെക്കാട്ടും കുറച്ച് അവിടെ കിട്ടുന്നുണ്ടെങ്കിൽ അതൊന്നും അന്വേഷിച്ചിട്ട് നമ്മൾ ഇതിനെ കുറിച്ച് ആലോചിച്ചിട്ട് കാര്യമുള്ളൂ അല്ലേ? അല്ല, ഇതിന്റെ കണ്ടെയ്നർ കുറച്ചുകൂടെ കോസ്റ്റ് ഉണ്ട്. പക്ഷെ ഇതെന്താ വെച്ചാൽ ഇത് ബൾക്ക് പ്രൊഡക്ഷൻ ആണ്. ഇത് കേസ് കണക്കിനാണ് വിൽക്കുന്നത്. ഒരു കണ്ടെയ്നർ ഒരു കേസ് എന്ന് പറഞ്ഞിട്ട് 300 കണ്ടെയ്നർ ഒക്കെയാണ് വരുന്നത്. മാർക്കറ്റ് നന്നായിട്ട് ഒരു കണ്ടെയ്നർ വിൽക്കുന്നത് തന്നെ 5 രൂപയ്ക്ക് 8 രൂപയ്ക്കൊക്കെയാണ്. ഓക്കെ ഓക്കെ ഓക്കെ, 50 പൈസയൊക്കെയാണ് അതിന്റെ പ്രൊഡക്ഷൻ കോസ്റ്റ് വരുന്നത്. എനിക്ക് അത് അത്രയും 8 രൂപ വിലയില്ല. എനിക്ക് അത് റീറ്റെയിൽ ചെയ്യുമ്പോഴായിരിക്കും. ഇതിന്റെ പല സ്റ്റേജ് കടന്നു വരുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു 5 രൂപ വരെ വില ഉണ്ടെന്ന് തോന്നുന്നു ഒരു കണ്ടെയ്നർ. 5 രൂപ ഉണ്ട് സാർ, കാരണം ഇത്ര ഇൻവെസ്റ്റ്മെന്റ് ഇല്ലേ സാർ? അതെ 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 സാർ, ഇത് ഹോൾസെയിൽ 1.5 രൂപയ്ക്കുള്ളൂ ഹോൾസെയിൽ എടുക്കുന്ന റേറ്റ്. അതെ അതെ അതെ. അല്ല, പല മാർക്കറ്റ് കടന്നാണല്ലോ ഇത് കയ്യിലേക്ക് എത്തുന്നത്, കസ്റ്റമറിലേക്ക്. ബൾക്കായിട്ട് വരുമ്പോഴത്തേക്ക് ഹോൾസെയിൽ ആയിരിക്കുമല്ലോ. പ്രൊഡക്ഷൻ ഒരു ദിവസം ഭയങ്കര പ്രൊഡക്ഷൻ ആയിരിക്കും. ചെറിയ മാർജിനും ഉള്ള ഒരു ബിസിനസ് മോഡലാണ്. പക്ഷെ ഇത് ഞാൻ ഇട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ആളുകളോട് ഇത് എത്ര പറഞ്ഞിട്ടും അവർക്ക് ഇത് വലിയ മിഷനാണെന്ന് പറഞ്ഞിട്ട് അവർക്ക് മനസ്സിലാവുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ഇതിൽ ഉൾക്കൊള്ളിച്ചത്. നമ്മൾ ഇത്രയും വലിയ മിഷനൊന്നും ഇതിൽ ഉൾക്കൊള്ളിക്കാറില്ല. ഇങ്ങനത്തെ 2 വീഡിയോകൾ നമ്മൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്, വലിയ ബിസിനസിന്റെ. അത് രണ്ടും ഈ അവയർനെസ്സിന് വേണ്ടിയിട്ടാണ്. ആളുകൾ കൂടുതൽ ഏതെങ്കിലുമൊക്കെ ഒരു യൂട്യൂബ് ചാനലിലൊക്കെ കണ്ടിട്ട് അത് വാങ്ങിക്കൊടുക്കണം എന്ന് പറഞ്ഞിട്ട്, അല്ലെ അത് സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് വരാറുണ്ട്. അപ്പൊ അവരെ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും കൂടെ കൂടിയിട്ടാണ്. പ്രൈസ് എത്രയാ? പ്രൈസ് ഇതിന് 28 ലക്ഷം രൂപ വരും. 28. ഇത് സെറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും എങ്ങനെ ഒരു 35 ലക്ഷം കഴിയും. പിന്നെ ഇതിന്റെ റോ മെറ്റീരിയൽ അത്തരം കാര്യങ്ങളൊക്കെ കൂടെ വരുമ്പോൾ